മാന്യ പ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടല്ലോ. ഈ പ്രതിഷേധ പ്രകടനങ്ങളുടെ പിന്നിൽ ഇനി നിങ്ങളെ ഉള്ള സമരപരിപാടികൾ മുന്നോട്ട് പോകുമോ? അഥവാ ഇത് ഭരണപക്ഷം നിന്ന് കൂട്ടുപിടിച്ചിട്ട് ഈ വാർഡ് നിലവിൽ നിൽക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ നിന്ന് സമരം നയിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായും. ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ 3 വാർഡിൽ ഒരു വാർഡിന് ഒരു 700-750 വോട്ടുണ്ടെങ്കിൽ ഒരു വാർഡാക്കാൻ കഴിയുന്ന ഇപ്പം നിലവിൽ ഉള്ള നിയമം അനുസരിച്ച് ഞങ്ങളുടെ 3 വാർഡിന് ഇപ്പോൾ ഉള്ളത് 540 വോട്ടോളം 5400 വോട്ടോളം നിലവിൽ ഞങ്ങളുടെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതാണ്. അതിനെ അവഗണിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഇവർ ഈ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത്. ഈ വാർഡ് വിഭജനം എന്ന് പറയുന്നത് സെക്രട്ടറിയുടെയും അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ധിക്കാരപരമായ പെരുമാറ്റമാണ് പെരുമാതറ നിവാസികളോട് ചെയ്തിരിക്കുന്നത്. തീരദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കഞ്ഞിയിൽ പാറ്റായിടുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വാർഡ് നിലവിൽ കട്ടാവുമ്പോഴത്തേക്ക് ആ വാർഡിലുള്ള ആനുകൂല്യങ്ങൾ കൂടി നഷ്ടമാവുകയാണ്. ഞങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ റെഡിയാണ്. ഞങ്ങൾ എന്ത് നിയമ നടപടി സ്വീകരിക്കാനും ഞങ്ങൾ റെഡിയായി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിന് ഇനി ഈ സർക്കാർ ഞങ്ങളെ എന്തെങ്കിലും കുറ്റം ചുമത്തി ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാലും ഞങ്ങളുടെ പുറത്തുള്ള ഞങ്ങളുടെ പ്രവർത്തകർ ഇതുമായിട്ട് മുന്നോട്ട് തന്നെ പോകുമെന്ന് ഞങ്ങളിപ്പോൾ ഈ നിങ്ങളുടെ ഈ ചാനലിലൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മുടെ ചാനലിലേക്ക് പങ്കിട്ടതിന് നന്ദി.